അപ്പോൾ എല്ലാവർക്കും ഹൈ ഹോപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗ്ലൈക്കോലൈസിസ്. കേട്ടഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ മെറ്റബോളിക് ഫിനോമിനൻ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു പിക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 പൈറുവേറ്റ് മോളിക്യൂളായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോലൈസിസ്. അതിന്റെ നെറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 മോളിക്യൂൾസ് ഓഫ് ATP ആണ്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫണ്ടമെന്റൽ മെറ്റബോളിക് പാത്വേ ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻസിൽ അതുപോലെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും നടക്കുന്ന ഒരു ബേസിക് മെറ്റബോളിക് പാത്വേ ആണ് എന്ത്? ഗ്ലൈക്കോലൈസിസ്. എവിടെയാണ് ഇത് നടക്കുന്നത്? സൈറ്റോപ്ലാസം അഥവാ സൈറ്റോസോളിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന വേർഡ് മീനിങ് ഗ്രീക്കിൽ നോക്കുവാണെങ്കിൽ ഗ്രീക്കിൽ ഗ്ലൈക്കോസ് മീനിങ് എന്താണ്? ഷുഗർ എന്നാണ്. ലൈസിസ് എന്ന് പറഞ്ഞെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ ആ ഒരു ടേമിൽ അതിന്റെ ഒരു മീനിങ് തന്നെ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് ഷുഗർ അഥവാ ഗ്ലൂക്കോസ് എന്നാണ്. ഇറ്റ് ബ്രേക്സ് ഡൗൺ ഗ്ലൂക്കോസ് ഇൻടു പൈറുവേറ്റ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് 2 പൈറുവേറ്റ് മോളിക്യൂളായിട്ട് മാറുന്നു. ഈ ഒരു പാത്വേ നമ്മൾ എംബഡൻ മെയർഹോഫ് പർണാസ് പാത്വേ അല്ലെങ്കിൽ EMP പാത്വേ എന്ന് ഷോർട്ടായിട്ട് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പേരുണ്ട്, അതാണ് എൻഎയറോബിക് റെസ്പിറേഷൻ പാത്വേ. എന്തുകൊണ്ടാ? എൻഎയറോബിക് കണ്ടീഷനിലാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ ഓക്സിജന്റെ ആവശ്യമില്ല. സോ എൻഎയറോബിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലും അതുപോലെ എയറോബിക് ഓർഗാനിസത്തിലും എല്ലാവരിലും പൊതുവെ നടക്കുന്ന ഒരു പാത്വേ ആണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. എന്ന് കരുതി ഇപ്പം ഇതിന് ഓക്സിജൻ വേണ്ട എന്നോർത്ത് ഓക്സിജന്റെ പ്രസൻസിലും ഇത് നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ ഓക്സിജന്റെ ആബ്സെൻസിലും ഓക്സിജന്റെ പ്രസൻസിലും നടക്കുന്ന ഒരു ഫിനോമിനനാണ് ഗ്ലൈക്കോലൈസിസ്. നമുക്കിതിന്റെ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് റിയാക്ടൻസ്? ഗ്ലൂക്കോസ് 1 ഗ്ലൂക്കോസ്, 2 NAD+, 2 ADP, 2 ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. ഇതാണ് റിയാക്ടൻസ്. പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? 2 പൈറുവേറ്റ്, 2 NADH, 2 ATP. ഇവിടെ നെറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPs അല്ല, നെറ്റ് ATP ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഈ ഒരു പ്രോസസ്സിനെ 2 ഫേസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസും അതുപോലെ എനർജി പേ ഓഫ് ഫേസും. ഓക്കെ, ഈ ടോട്ടൽ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത് 10 സ്റ്റെപ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ 10 സ്റ്റെപ്സിൽ ആദ്യത്തെ 3 സ്റ്റെപ്സ് 1 to 3 അതാണ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റിക്വയറിങ്. നമ്മൾ എനർജി അങ്ങോട്ടേക്ക് കൊടുക്കണം, അതായത് നമ്മൾ ATP അങ്ങോട്ടേക്ക് കൊടുക്കണം. ഇനി സ്റ്റെപ്സ് 6 to 10 എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി പേ ഓഫ് ആണ്, അതായത് നമുക്ക് എനർജി ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുന്ന സ്റ്റെപ്സ് ആണ് സ്റ്റെപ്സ് 6 to 10 എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഗ്ലൈക്കോലൈസിസിന്റെ ടോട്ടൽ പിക്ചർ എന്ന് പറയുന്നത്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റെപ്പ് 1 ഫോസ്ഫോറൈലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. പേരിൽ തന്നെയുണ്ട്. ഫോസ്ഫോറൈലേഷൻ മീനിങ് എന്താണ്? ആഡിങ് ഓഫ് ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂളിലേക്ക്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൂക്കോസ് എവിടുന്നാ വരുന്നത്? പ്ലാന്റ്സിൽ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടായ നമ്മുടെ സൂക്രോസിനെ ഇൻവെർട്ടേസ് എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്ലൈക്കോലൈസിസിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റോർഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഗ്ലൂക്കോസ് മോളിക്യൂള് ഗ്ലൈക്കോലൈസിസിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, എന്തിനാ ഇങ്ങനെ എൻറ്റർ ചെയ്യുന്നേ? ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ നടന്നിട്ട് വേണം എന്ത് കിട്ടാൻ? എനർജി കിട്ടാൻ. അപ്പൊ ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോലൈറ്റിക് പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ വഴി, ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ വഴി എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും വാട്ടറുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഈ റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഗ്ലൈക്കോലൈസിസ്. അതായത് ഇവിടെ നടക്കുന്നത് എന്താണ്? പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ മാത്രമാണ്. ബാക്കി ഓക്സിഡേഷൻ നടക്കുന്നത് മറ്റു ചില പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, സോ നമുക്ക് ഗ്ലൈക്കോലൈസിസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഗ്ലൈക്കോലൈസിസിലേക്ക് ആര് എൻറ്റർ ചെയ്യുന്നു? ഗ്ലൂക്കോസ് മോളിക്യൂള് എൻറ്റർ ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ ഫോസ്ഫോറൈലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസിനെ
ഫോസ്ഫോറൈലേഷൻ വഴി ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ആരാണ് മാറ്റുന്ന എൻസൈം? അത് ഇമ്പോർട്ടന്റ് ആണ്. ഹെക്സോ കൈനേസ് ആണ്. ഓക്കെ, അപ്പൊ എൻസൈം ഹെക്സോ കൈനേസ് ആണ്. റിയാക്ഷൻ എന്താണ്? ഗ്ലൂക്കോസ് പ്ലസ് ATP എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് പ്ലസ് ADP ആയിട്ട് മാറുന്നു. അതായത് ഗ്ലൈക്കോലൈസിസിന്റെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മോളിക്യൂൾ ഓഫ് ATP യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നത്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? ഹെക്സോകൈനേസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ലിവർ സെൽസിലും അതുപോലെ ബീറ്റ സെൽസിലും എല്ലാം ഹെക്സോകൈനേസ് എൻസൈമിന് പകരം ഗ്ലൂക്കോകൈനേസ് എൻസൈം ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് നമുക്കറിയാം 6 കാർബൺ കോമ്പൗണ്ട് ആണ് അല്ലേ? അതിന്റെ 6ാമത്തെ കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്തു. സോ എന്തായി? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി. ആരാണ് ആഡ് ചെയ്യുന്ന എൻസൈം? ഹെക്സോ കൈനേസ് ആണ്. അവിടെ 1 മോളിക്യൂൾ ഓഫ് ATP യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഹെക്സോ കൈനേസ് എൻസൈമിലെ കോഫാക്ടേഴ്സ് ആണ് Mg++ഉം അതുപോലെ Mn++ഉം. ഓക്കെ, മെഗ്നീഷ്യം ++ഉം മാംഗനീസ് ++ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത്? എന്താണ് പർപ്പസ് എന്ന് പറയുന്നത്? ഇറ്റ് പ്രിവെന്റ്സ് ഗ്ലൂക്കോസ് ഫ്രം ലീവിംഗ് ദി സെൽ. സെല്ലിന്റെ ഉള്ളിലേക്ക് കയറിയ ഗ്ലൂക്കോസ് തിരിച്ച് സെല്ലിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോമെറൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫോം ചെയ്തു അല്ലേ? ഇത് ഐസോമെറൈസേഷൻ വഴി എന്തായി മാറുന്നു? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമെറേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമെറേസ് എൻസൈം എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് F6P ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? പ്രിപ്പയർസ് ഗ്ലൂക്കോസ് ഫോർ ദി നെക്സ്റ്റ് ഫോസ്ഫോറൈലേഷൻ സ്റ്റെപ്പ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് വീണ്ടും ഒരു ഫോസ്ഫോറൈലേഷൻ സ്റ്റെപ്പാണ്. അതിനുവേണ്ടി ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യിക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്തായി മാറി? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. നമുക്ക് ഡയഗ്രാം നോക്കാം. കണ്ടോ? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നടക്കുന്നത് ഐസോമറൈസേഷൻ ആണ്. ഏതാണ് എൻസൈം? ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫോറൈലേഷൻ ഓഫ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആണ്. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിലേക്ക് വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ ആഡ് ചെയ്യുന്നു. ഫോസ്ഫോറൈലേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഏത് എൻസൈമാണ് ഈ ഫോസ്ഫോറൈലേഷൻ നടത്തുന്നത്? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് 1, PFK1 എന്ന് പറയും. അപ്പം 1 എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഏത് കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്? ഫസ്റ്റ് കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്. സോ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ട് ബിസ് എന്ന് പറയുന്നത്? 2 മോളിക്യൂൾ ഓഫ് ഫോസ്ഫേറ്റ് ഉള്ളത് കൊണ്ട്. അവിടെ നമ്മൾ അഗെയിൻ ഒരു ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ATP യൂസ് ചെയ്ത് എവിടെയായിരുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന സമയത്ത്. രണ്ടാമത് നമ്മൾ ATP യൂസ് ചെയ്ത് എപ്പോഴാണ്? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി ഈ കൺവേർഷൻ നടത്തിയ എൻസൈം ഏതാണ്? ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് ആണ്. എന്താണ് ഇതിന്റെ പർപ്പസ്? കമ്മിറ്റ്മെന്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ഇറിവേഴ്സിബിൾ ആണ്. ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഇനി എങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യണം? ഇനി ബാക്കി സ്റ്റെപ്സ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആര്? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് 1 എൻസൈം. ഇവിടെ വീണ്ടും ഒരു മോളിക്യൂൾ ഓഫ് ATP യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ 2 മോളിക്യൂൾ ഓഫ് ATP നമ്മൾ ഇത്രയും പറഞ്ഞ സമയത്ത് യൂട്ടിലൈസ് ചെയ്തു. നെക്സ്റ്റ് നടക്കുന്നത് ക്ലീവേജ് സ്റ്റെപ്പാണ്. ക്ലീവേജ് ഓഫ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് F16BP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഈ എൻസൈം ഇമ്പോർട്ടന്റ് ആണ്. ഈ ബ്രേക്ക് ചെയ്യുന്ന എൻസൈം ആണ് അൽഡോലേസ്.
ആൽഡോലൈസ് എന്ത് ചെയ്യുന്നു? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ആക്കി ക്ലീവ് ചെയ്തു, ബ്രേക്ക് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ടോട്ടൽ എത്ര കാർബണാ? 6 കാർബണാ അല്ലെ? ആ 6 കാർബണിനെ 2 3 കാർബൺ കോമ്പൗണ്ട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. സോ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും അത് DHAPയും അതുപോലെ G3P ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 3-ഫോസ്ഫോ ഗ്ലിസറാൽഡിഹൈഡ് എന്നും പറയും. അങ്ങനെ 2 3 കാർബൺ കോമ്പൗണ്ട് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആര്? ആൽഡോലൈസ്. എന്താണ് പർപ്പസ്? സ്പ്ലിറ്റ്സ് ദ 6 കാർബൺ ഷുഗർ ഇൻടു 2 3 കാർബൺ മോളിക്യൂൾ. 6 കാർബൺ ഉണ്ടായിരുന്ന ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ 3 കാർബൺ മോളിക്യൂൾസ് ആക്കി 2 3 കാർബൺ മോളിക്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇവിടെ നമുക്കത് കാണാം. ഈ ആൽഡോലൈസ് എൻസൈം എന്ത് ചെയ്തു? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ആക്കി കൺവേർട്ട് ചെയ്തു. ഇവർ രണ്ടുപേരും 3 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ പ്രത്യേകത? ഇത് ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഇവിടെ നമുക്ക് ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെയും എന്താക്കി മാറ്റാം? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റാം. അത് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്ലൂക്കോസ് മോളിക്യൂള് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി ആരാ മാറ്റിയേ? ഹെക്സോകൈനേസ്. അവിടെ ഒരു ATP യൂട്ടിലൈസ് ചെയ്തു. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് അവിടെ ഐസോമറേഷൻ നടന്നു. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിലേക്ക് അഗെയിൻ ഫസ്റ്റ് കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു, ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്. അവർ എന്തായി? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയി. ആൽഡോലൈസ് എൻസൈം അതിനെ ക്ലീവ് ചെയ്ത് 2 3 കാർബൺ മോളിക്യൂൾസ് ആക്കി. ഏതൊക്കെയാണ്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും. ഇത് ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ വീണ്ടും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ആരാണ്? ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഐസോമറൈസേഷൻ ഓഫ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് അഥവാ DHAP. എന്താ ഇവിടെ ചെയ്യുന്നേ? DHAPനെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും ഇന്റർ കൺവേർട്ടബിൾ ആണെന്ന്. അപ്പൊ എൻസൈം ഏതാണ്? ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. റിയാക്ഷൻ എന്താണ്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. കൺവേർട്സ് DHAP into a form that enters subsequent steps. എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈക്കോലൈസിസിന്റെ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ നിന്നാണ്. ഓക്കെ, അല്ലാതെ DHAP അല്ല അടുത്തതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഉണ്ടായ DHAPയും കൂടി എന്താക്കി മാറ്റും? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. അതായത് നമുക്ക് 2 മോളിക്യൂൾ ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കണ്ടോ? ഇവിടെ ഉണ്ടായ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ വീണ്ടും എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ആരാണ് മാറ്റുന്നത്? ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എൻസൈം. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആണ്. ഇവിടെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന് ഡീഹൈഡ്രോജനേഷൻ നടന്ന് എന്ത് ഫോം ചെയ്യുന്നു? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് NADH മാറുന്നു. ഓക്കെ, അതായത് ഇവിടെ NADH ഫോം ചെയ്യുന്നുണ്ട്. ഏതാണ് എൻസൈം? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനെ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറ്റുന്നു. ഇവിടെ ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്? പ്രൊഡ്യൂസ് NADH. NADH പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനെ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറ്റി. ആര്? ട്രയോസ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇവിടെ NAD+ നിന്നും ഒരു NADH ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പം നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം. നമ്മൾ ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെയും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റിയല്ലോ. അപ്പോൾ ഇവിടെ 2 മോളിക്യൂൾ ഉണ്ടല്ലോ. നമ്മളിത് പറയുന്നത് ഒരു മോളിക്യൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ 2 മോളിക്യൂളിനും ഇനി വരുന്ന ബാക്കി എല്ലാ സ്റ്റെപ്സും നടക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഒരു 1,3-ബിസ്ഫോസ്ഫർ ഗ്ലിസറേറ്റ് ആവുന്ന സമയത്താണ് ഒരു NADH ഉണ്ടാവുന്നത്. സോ ഇവിടെ 2 മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് 2 മോളിക്യൂൾ ഓഫ് 1,3-ബിസ്ഫോസ്ഫർ ഗ്ലിസറേറ്റ് ഉണ്ടാകുമ്പോൾ 2 മോളിക്യൂൾ ഓഫ് NADH ഉണ്ടാവുന്നു കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ATP ഫോർമേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പുകളിലെല്ലാം കണ്ടത് ATP എന്താണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇനി ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഏതാണ് എൻസൈം? ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. 1,3-ബിസ്ഫോസ്ഫർ ഗ്ലിസറിക് ആസിഡ് ഗ്ലിസറേറ്റ് എന്തായിട്ട് മാറുന്നു? 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നു. ഈ സമയത്ത് ഒരു ATP മോളിക്യൂള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ് എൻസൈം? ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് ആണ്. എന്താണ് പർപ്പസ്? പ്രൊഡ്യൂസസ് ATP വയ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് വഴി ATP പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഈ 1,3-ബിസ്ഫോസ്ഫർ ഗ്ലിസറേറ്റ് 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവുന്ന സമയത്ത് ഒരു ADP മോളിക്യൂളും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ചേർന്നിട്ട് ഒരു ATP അഥവാ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ നോക്കൂ. ഫോസ്ഫോ 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റി. ആര്? ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. അന്നേരം അവിടെ ഒരു ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ചേർന്ന് ഒരു ATP മോളിക്യൂൾ ഉണ്ടായി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 2 മോളിക്യൂൾ ഓഫ് 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ മോളിക്യൂളും 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആകുമ്പോൾ ഒരു ATP. അങ്ങനെ ടോട്ടൽ 2 ATP ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി 1,3 നമുക്കടുത്ത് പറയേണ്ടത് 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോം ചെയ്തല്ലോ. ഈ 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്തായിട്ട് മാറുന്നു? 2-ഫോസ്ഫോ ഗ്ലിസറേറ്റ് അഥവാ 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഏത് എൻസൈം ആണ് കൺവേർട്ട് ചെയ്യുന്നത്? ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ് എൻസൈം ആണ്. ഓക്കെ, ഇനി ഇവിടെ ഫോം ചെയ്ത ഈ ഫോസ്ഫോ ഗ്ലിസറേറ്റ് 2-ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ ഈനോലൈസ് എൻസൈം ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കൈനേസ് ആയിട്ട് PEP എന്ന് പറയും, പെപ്പ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കൈനേസ് ആയിട്ട് മാറ്റുന്നു, ഈനോലൈസ് എൻസൈം. സോ ഇപ്പൊ എന്ത് ഫോം ചെയ്തു? PEP ഫോം ചെയ്തു. ഓക്കെ, ഇനി ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് കൈനേസ് എൻസൈം എന്തായിട്ട് മാറ്റുന്നു? പൈറുവേറ്റ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, അങ്ങനെ ഒരു 2-ഫോസ്ഫോ ഗ്ലിസറേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു 2-ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിൽ നിന്നും ഒരു പൈറുവേറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ 2 ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിൽ നിന്നും 2 പൈറുവേറ്റ് മോളിക്യൂളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ സ്റ്റെപ്പിലും ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 മോളിക്യൂൾ ഓഫ് പെപ്പ് 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ് ആവുന്ന സമയത്ത് 2 മോളിക്യൂൾ ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നേരത്തെ നമ്മൾ ഈ 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവുന്ന സമയത്ത് ടോട്ടൽ ആ 2 സ്റ്റെപ്പ് വഴി ടോട്ടൽ 2 ATP ഉണ്ടായി. ഇവിടെയും ടോട്ടൽ 2 ATP എപ്പോൾ പൈറുവേറ്റ് ഫോം ചെയ്യുന്ന സമയത്തുണ്ടായി. അങ്ങനെ ടോട്ടൽ 4 ATP ആണ് ഫോം ചെയ്തത് ഗ്ലൈക്കോലൈസിസ് വഴി. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ ആദ്യത്തെ 2 സ്റ്റെപ്പ് ആദ്യത്തെ ആ ഒരു പാർട്ടിൽ അതായത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകുമ്പോഴും ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയപ്പോഴും നമ്മളിവിടെ 2 ATP യൂട്ടിലൈസ് ചെയ്തിരുന്നു അല്ലേ. പിന്നീട് എനർജി പ്രൊഡ്യൂസിങ് സ്റ്റെപ്പുകളിൽ അതായത് ഇവിടെയും നമ്മൾ ടോട്ടൽ 4 ATP ഫോം ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ 2 യൂട്ടിലൈസ് ചെയ്തതുകൊണ്ട് നമ്മുടെ നെറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 മോളിക്യൂൾസ് ഓഫ് ATP ആണ്. ഗ്ലൈക്കോലൈസിസ് വഴി നമുക്ക് ടോട്ടൽ നെറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 മോളിക്യൂൾ ഓഫ് ATP ആണ്. NADHO 2 മോളിക്യൂൾ ഓഫ് NADHും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെറ്റ് പ്രൊഡക്ഷൻ ഫ്രം 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മോളിക്യൂൾസ് ഓഫ് ATP. എന്താണ് ബ്രാക്കറ്റ് കൊടുത്തത്? 4 ATP പ്രൊഡ്യൂസ്ഡ് ബട്ട് 2 ATP കൺസ്യൂംഡ് ഇൻ ഏർലിയർ സ്റ്റെപ്സ്.
ടോട്ടൽ 4 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ 2 ആദ്യത്തെ 2 സ്റ്റെപ്പുകളിൽ കൺസ്യൂം ചെയ്തത് കൊണ്ട് നെറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 മോളിക്യൂൾ ഓഫ് ATP ആണ്. ഇനി എത്ര NADH ഫോം ചെയ്തു? 2 മോളിക്യൂൾ ഓഫ് NADH ഫോം ചെയ്തു. എന്താണ് എൻഡ് പ്രൊഡക്റ്റ്? 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ എൻഡ് പ്രൊഡക്റ്റിന് സംഭവിക്കുന്നതെന്ന് നോക്കാം. ദി എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ഈസ് പൈറുവേറ്റ് ഓർ എന്താണ് 2 molecules ഓഫ് പൈറുവേറ്റ് വിച്ച് ക്യാൻ ഫർദർ ബി മെറ്റബോളൈസ്ഡ് ഇൻ 2 ways. അതായത് ഇതിന്റെ ബാക്കി, ഇതിപ്പം പാർഷ്യൽ ഓക്സിഡേഷൻ മാത്രമല്ല നടന്ന് നമുക്ക് 2 molecule ഓഫ് പൈറുവിക് ആസിഡ് കിട്ടിയേ. ഇതിന്റെ ബാക്കി ഫേറ്റ് ആണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇതിന് എന്താണ് എൻഎയറോബിക് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എയറോബിക് വെയിൽ കാര്യങ്ങൾ നടക്കും. എൻഎയറോബിക് എന്ന് പറയുമ്പോൾ ഫെർമെന്റേഷൻ വഴിയാണ്. ഓക്കെ, എയറോബിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കി കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത് എയറോബിക് വേയിലൂടെയാണ്. ഓക്കെ, എൻഎയറോബിക് റിയാക്ഷൻസ് ആർ പോപ്പുലർലി കോൾഡ് ഫെർമെന്റേഷൻ. എൻഎയറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ആബ്സൻസിൽ നമ്മുടെ എന്താണ് എൻഎയറോബിക് ആയിട്ടുള്ള പ്രോകാരിയോട്സിലെല്ലാം നടക്കുന്നത് ഫെർമെന്റേഷൻ ആണ്. അതായത് ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നു? ലാക്ടേറ്റ് അഥവാ ലാക്ടിക് ആസിഡോ അല്ലെങ്കിൽ പൈറുവേറ്റ് എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നടക്കുന്നത് ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ അല്ല. അപ്പൊ അത് വളരെ വളരെ ചെറിയ എനർജി മാത്രമായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ പൈറുവേറ്റ് എയറോബിക് റെസ്പിറേഷനിലേക്ക് എൻറ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്